ബ്രോക്കർ പറഞ്ഞ അടയാളം വെച്ച് വീട് ഇതാന്ന് തോന്നുന്നത്. നോക്കാം, ശരി നോക്കാം. ഹലോ, ഞങ്ങളെ നോക്കിയിരുന്നു മടുത്തോ? ആ, നിങ്ങൾ എത്തിയോ? വാ, കയറി വാ. 10 മണിക്ക് വരുമെന്നാണല്ലോ പറഞ്ഞിരുന്നേ. ബ്രോക്കർ പറയുന്നത് എന്നാ താമസിച്ചേ? ബസ്സിനല്ലേ പോകുന്നത്. കവല വന്നിറങ്ങിയപ്പോൾ ഒരു ഒറ്റ ഓട്ടോഷോ പോലും കിട്ടാനില്ല. പിന്നെ ഞങ്ങളിങ്ങ് നടന്നു. വറീത് പറഞ്ഞ അടയാളം വെച്ച് ഇങ്ങ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതാ ഫോൺ വിളിക്കാൻ പറ്റുന്നത്. അവൻ്റെ കൂടെ ഇല്ലാത്തോണ്ടാ ഞങ്ങൾ വന്നേക്കാന്ന് വിചാരിച്ചത്. അതെ, മോള് ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടാ അത് നടത്തിയേക്കാം. ചെറുക്കനും പെണ്ണു വയ്ക്കാനും സ്ഥലത്തില്ല. സമയവും ഇത്രയും താമസിച്ചു പോയി. അതുകൊണ്ട് നമുക്കിനി ഊണ് കഴിച്ചിട്ടാവാം സംസാരമൊക്കെ. അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചേക്കാം. പഴയ രീതികളും കാര്യങ്ങളൊക്കെ മാറി വരട്ടെ. പിള്ളേരുടെ കാലഘട്ടമല്ലേ. ചുറ്റുപാടും ആൾക്കാരൊന്നും കുഴപ്പമില്ല, പക്ഷെ സ്ത്രീധനത്തിന് കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല. നടങ്ങ്, അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. വാ, ചോറെടുത്ത് വെച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നാ തോന്നണേ. അവർ കൈ കഴുകാനായിട്ട് പോയിട്ടുണ്ട്. ഈ സ്ത്രീധനത്തിന്റെ കാര്യമൊക്കെ എന്താവോ എന്തോ. ആ, നോക്കാം. അതൊക്കെ നമുക്ക് പറഞ്ഞ് സെറ്റ് ചെയ്യാം. ഇത് കണ്ടോ, മുറിക്കാതെയാ മത്തിക്കറി വെച്ചേക്കണേ. ഒരു പൂത്ത കാശുകാരാന്ന് തോന്നണേ. എന്നാലേ നമുക്കിനി സ്ത്രീധനത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഇതങ്ങ് ഉറപ്പിച്ചിട്ട് പോയാൽ മതി. ഏതൊക്കെയായാലും ലോൺ എടുത്ത പൈസക്ക് ആരെങ്കിലും ചാള മേടിക്കാൻ തോന്നിയാണ്. ഇല്ലായിരുന്നെങ്കിൽ ഈ കല്യാണം മുടങ്ങിപ്പോയത്. മത്തിമുത്തപ്പ കാത്തോളണേ.